നമസ്കാരം. ഞാൻ അരുൺ. എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. പ്രൊഫസേഴ്സ് അക്കാഡമി BA സോഷ്യോളജി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഒരു ആഡ് കണ്ടതിന് പ്രകാരമാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രായത്തിൽ എന്നെക്കൊണ്ട് ഇനി പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പഠിക്കാനായിട്ട് വരുന്നത്. പക്ഷേ എനിക്ക് 1, 2 ക്ലാസ്സുകൾ കഴിഞ്ഞോടുകൂടി മനസ്സിലായി ഇതെന്നെക്കൊണ്ട് പറ്റുന്നതാണെന്ന്. കാരണം കൃത്യമായിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവിടുന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോയിസ് നോട്ട് ക്ലാസ്സുകളും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ വോയിസ് നോട്ട് ക്ലാസ്സുകൾ എന്നെപ്പോലെ ഒരാൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സുകളാണ്. അത് കാരണം കൂടുതൽ സമയം ഞാൻ ഫീൽഡിലാണ്. അപ്പോൾ എനിക്ക് ഈ വോയിസ് നോട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അധ്യാപകരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ നമുക്ക് മറുപടി നൽകുന്നുണ്ട്. അതുപോലെ നോട്ടുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ നോട്ടുകളും, വോയിസ് നോട്ടുകളും, ക്ലാസ്സുകളും എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പഠനത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ 3 സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് വന്നു. അപ്പോൾ ആ 3 സെമസ്റ്ററിലും നല്ല മാർക്കോട് കൂടി തന്നെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടാണ് പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗീതു. ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയിലെ സ്റ്റുഡൻ്റ് ആണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ആ കോളേജിനെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ കോളേജിൽ വിളിച്ച് കോഴ്സ് ഡീറ്റെയിൽസുകളെ കുറിച്ച് ചോദിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഞാൻ BA സോഷ്യോളജിയാണ് സെലക്ട് ചെയ്തത്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. ടീച്ചേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് പഠന സംബന്ധമായി ഏത് ഡൗട്ടുകളും ഏത് സമയത്തും നമുക്ക് ഏത് ടീച്ചേഴ്സിനെ വിളിച്ചാലും എല്ലാ ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തന്നിരുന്നു. എക്സാം ടൈമിലൊക്കെ സ്പെഷ്യൽ നോട്ടുകളും വോയിസ് റെക്കോർഡുകളും എല്ലാം നമുക്ക് തന്നിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി. ഇനിയും പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ PG ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണുള്ളത്. എല്ലാ ടീച്ചേഴ്സും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നാൻസി. ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ BA സോഷ്യോളജി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളാണ് നമുക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സൺഡേയ്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. പറ്റുന്നവർക്കെല്ലാം അത് അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ട് വോയിസ് നോട്ടുകൾ വരും. അത് കേട്ട് പഠിക്കാം. നമുക്ക് പഠിക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് വന്നോളും. സാറന്മാരും നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ എല്ലാം നമുക്ക് വളരെയധികം സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും നമ്മളെ. വളരെ നല്ല ഒരു കോളേജാണ്. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് കോളേജിനെ പറ്റി. ഞാൻ എല്ലാവർക്കും പ്രൊഫസേഴ്സ് അക്കാഡമി റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു. ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയുടെ ഒരു ആഡ് കണ്ടാണ് കോൺടാക്റ്റ് ചെയ്തത്. ഡിഗ്രി ചെയ്തു, ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള അധ്യാപകരാണ് ഉള്ളത്. നമുക്ക് നല്ലൊരു പിന്തുണ ഉണ്ടാകാറുണ്ട്. സോ താങ്ക് യു. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ എറണാകുളം കച്ചേരിപ്പടിയിലുള്ള പ്രൊഫസേഴ്സ് അക്കാഡമിയെ പറ്റി അറിഞ്ഞത്. ഞാൻ ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങി അതുവഴി ബന്ധപ്പെടുകയും അതിനുശേഷം ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ എറണാകുളത്ത് എത്തി. എൻ്റെ +2ൻ്റെയും ഒക്കെ മാർക്ക് ലിസ്റ്റും ഒക്കെ കൊടുത്തു. അതിനുശേഷം എനിക്ക് ഡിഗ്രി MG യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി BA ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസും എല്ലാം റെഡിയാക്കി കൊടുത്തു. അതിൻ്റെ എല്ലാം എനിക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങളൊക്കെ തന്നെ നോട്ട്സ്, അത് നല്ല വിസ്തരിച്ചുള്ള നോട്ട്സുകൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ട്സും കൃത്യമായി തരികയും അപ്പോഴുള്ള അപ്ഡേഷനുകൾ വിളിച്ചറിയിക്കുകയും പരീക്ഷയുടെ സെൻറ്ററും സബ് സെൻറ്ററും ഒക്കെ നമ്മളെ അറിയിക്കുകയും പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റിന് മുന്നേ നമ്മളെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല ഒരു സേവനം തന്നെയാണ് പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ നിന്നും എനിക്ക് ഉണ്ടായത്. അങ്ങനെ ഞാനിപ്പോൾ 6th സെം പരീക്ഷ കഴിഞ്ഞ മാർച്ചിൽ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ
നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവിടെ എടുത്തു പറയേണ്ടതാണ് രജിസ്ട്രാർ. അദ്ദേഹം അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ, അത് പരീക്ഷാ സംബന്ധമായി നമ്മുടെ പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യനുകളായാലും അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട രീതികൾ ഒക്കെ തന്നെ അദ്ദേഹം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയുമൊക്കെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള സേവനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. പ്രൊഫസേഴ്സ് അക്കാഡമി നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ്. നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം വിട്ടും വിദേശത്തുമൊക്കെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ വിവിധ ഡിഗ്രികളും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടുന്നതിന് ഈ സ്ഥാപനത്തിൻ്റെ സേവനം വളരെ വലുതാണ്. ഹായ്, ഞാൻ ജാൻസി അരൂജ. ഞാനൊരു അംഗനവാടി ടീച്ചറാണ്. ഞാനിപ്പോൾ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ MA സോഷ്യോളജി 2ാം വർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സായിരുന്നു. MG യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഡൗട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. എപ്പോൾ വിളിച്ചാലും ടീച്ചേഴ്സും സാറും അവൈലബിൾ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് നോട്ട്സൊക്കെ നമുക്ക് ഇട്ടുതരും. എന്തുകൊണ്ടും നല്ലൊരു അക്കാഡമി ആയിരുന്നു. ഇപ്പോൾ ഞാൻ MA സോഷ്യോളജി ചെയ്യുകയാണ്. ഹാൾ ടിക്കറ്റും എക്സാം സെൻ്ററൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. നമസ്കാരം, ഞാൻ സഫ്ന. ഡിഗ്രി മുതൽ PG വരെ ഞാൻ പഠിച്ചത് പ്രൊഫസേഴ്സ് അക്കാദമിയിലാണ്. 2021-23 അധ്യയന വർഷത്തിൽ MA സോഷ്യോളജി റാങ്ക് ഹോൾഡറാകാൻ എനിക്ക് സാധിച്ചു. അതിനായി എന്നെ പ്രാപ്തയാക്കിയത് പ്രൊഫസേഴ്സ് അക്കാദമിയിലെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. ഏത് സമയത്തും സംശയങ്ങൾ തീർത്തു തരുവാനും ആവശ്യമുള്ള റെഫറൻസ് നൽകുവാനും പ്രിയപ്പെട്ട അധ്യാപകരും അതോടൊപ്പം ഓഫീസ് സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു. മികച്ച പഠനാനുഭവങ്ങളാണ് പ്രൊഫസേഴ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പഠനം പാതി വഴിയിൽ മുടങ്ങിയ എനിക്ക് MA റാങ്ക് ഹോൾഡറാകാൻ സാധിച്ചു. അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഞാൻ പ്രൊഫസേഴ്സ് അക്കാദമിക്ക് നൽകുകയാണ്. അതിനായി എന്നെ പ്രാപ്തയാക്കിയ എല്ലാ അധ്യാപകരോടുമുള്ള നന്ദി ഇതിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അനൂജ്. ഞാനിപ്പോൾ പ്രൊഫസേഴ്സ് അക്കാദമിയിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല കഴിവുകളുള്ള ടീച്ചർമാരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ എക്സാമിൻ്റെ എല്ലാം നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സും അതോടൊപ്പം തന്നെ വോയിസ് ക്ലിപ്പുകളൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു സ്റ്റഡി മെറ്റീരിയലാണ് കോളേജിൽ നിന്ന് നമുക്ക് തരുന്നത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് അവിടെ പഠിക്കുന്നതിൽ. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഡിഗ്രി എന്നൊരു സ്വപ്നം കിട്ടും എന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ എക്സാമുകളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതെല്ലാം പ്രൊഫസേഴ്സ് അക്കാദമിയിലെ ടീച്ചേഴ്സും നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പളും തരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഞാനിങ്ങനൊരു ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഡിഗ്രിയോ PGയോ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും പ്രൊഫസേഴ്സ് അക്കാദമി നിർദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും പ്രൊഫസേഴ്സ് അക്കാദമിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള കുറേ പേർക്ക് ഡിഗ്രി എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ PG എന്നൊരു സ്വപ്നം സാക്ഷാത്കരിച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട് പ്രൊഫസേഴ്സ് അക്കാദമിയോട്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് എയ്മി. ഞാൻ പ്രൊഫസേഴ്സ് അക്കാദമിയിലാണ് പഠിക്കുന്നത്. ഇതിനു മുന്നേ ചേർന്നത് വേറൊരു സ്ഥാപനത്തിലായിരുന്നു. അവിടെ നമുക്ക് MCQ നോട്ട്സ് ഒന്നും തന്നിരുന്നില്ല. സുഹൃത്തായ അരുൺ ചേട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രൊഫസേഴ്സ് അക്കാദമീനെ പറ്റി അറിയണതും അവിടെ വന്ന് ചേരണതും. ഇതുവരെയുള്ള എക്സാമുകൾക്കൊക്കെ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്. തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും പ്രൊഫസേഴ്സ് അക്കാദമി 100% വിജയസാധ്യതയോടുകൂടി ചേരാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എൻ്റെ പേര് സജിത് കുമാർ. ഞാൻ നിലവിൽ പ്രൊഫസേഴ്സ് കോളേജിൽ MA സോഷ്യോളജി വിദ്യാർത്ഥിയാണ്. 2020 ഞാൻ ആദ്യമായി പ്രൊഫസേഴ്സ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കും ഒരു ഡിഗ്രി നേടണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ അവിടെ ചെന്നത്. ഈ വൈകിയ വേളയിൽ അതിന് സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ കോളേജിൻ്റെ ഭാഗത്തുനിന്നും വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളത്. വളരെ കൃത്യമായ നോട്ട്സുകളും അവരുടെ തന്നെ
അധ്യാപക പാനൽ തയ്യാറാക്കുന്ന വളരെ മികച്ച നോട്ടുകളും വളരെ മികച്ച ക്ലാസ്സുകളും ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ, ഉയർന്ന മാർക്കോടുകൂടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ശേഷം ഞാനിവിടെ പ്രൊഫസേഴ്സ് കോളേജിൽ MAക്ക് ചേർന്നു. നിലവിൽ ഞാൻ വളരെ കോളേജിൻ്റെ അധ്യാപകൻ്റെ രീതിയിലും അവരുടെ സപ്പോർട്ടിലും ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഹലോ, എൻ്റെ പേര് രഘുറാം. എൻ്റെ സ്ഥലം എറണാകുളമാണ്. ഞാൻ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ 3rd ഇയർ ഡിഗ്രി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ 2023 ഇവിടെ അഡ്മിഷൻ എടുത്തത്. ഇപ്പോൾ 5th സെമ്മ് എത്തി. 3 സെമസ്റ്റർ വരെയുള്ള റിസൾട്ടുകളെല്ലാം വന്നു. അപ്പോൾ അതിലെല്ലാം ഞാൻ പാസ്സായി. ഇവിടെ നല്ല ക്ലാസ്സുകളും അതുപോലെ തന്നെ നല്ല നോട്ടുകളും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വർക്കിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഡിസ്റ്റൻസ് ആയിട്ടൊരു ഡിഗ്രി നമുക്ക് ഇവിടെ സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷന് വേണ്ടിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ട നമുക്കൊരു ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് പഠിച്ച് നമുക്കൊരു ഡിഗ്രി നേടാവുന്നതാണ്. നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും നോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫുകളായാലും നമുക്ക് എക്സാം സംബന്ധമായ വിവരങ്ങളും അതുപോലെ ഹോൾ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് അതാത് സമയത്ത് തന്നെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ വളരെ നല്ലൊരു ക്ലാസ്സുകളാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു. എൻ്റെ പേര് അമൃത സത്യൻ എന്നാണ്. ഞാൻ BA സോഷ്യോളജി 3ാം വർഷ വിദ്യാർത്ഥിയാണ്. പ്രൊഫസർ അക്കാഡമിയിൽ പഠിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള നോട്ടുകളും വോയിസ് നോട്ടും എല്ലാം നമ്മുടെ പഠനത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ കുറേ അധികം കൂട്ടുകാരുണ്ട്. പിന്നെ ഇത്രയും നാളത്തെ റിസൾട്ട് വളരെ നല്ല രീതിയിലാണ് നമുക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി എന്നുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഈ കോളേജിൽ വന്ന് ചേർന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഹായ്, ഞാൻ ലക്ഷ്മി NS. ഞാൻ എറണാകുളത്തുള്ള പ്രൊഫസേഴ്സ് അക്കാദമി എന്ന് പറയുന്ന കോച്ചിങ് സെൻറ്ററിലാണ് ഡിഗ്രി ചെയ്യുന്നത്. അവിടെയുള്ള സാർമാരും ടീച്ചർമാരും നമുക്ക് എല്ലാ തരത്തിലും സപ്പോർട്ടാണ്. എക്സാമിനുള്ള MCQ, റെക്കോർഡ്, പിന്നെ അതുപോലെ തന്നെ വോയിസ് നോട്ട്, ഓൺലൈൻ ക്ലാസ്, സൺഡേ ക്ലാസ് ഇതെല്ലാം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഹായ്, എൻ്റെ പേര് സിജി. ഞാൻ കാക്കനാട് കളക്ടറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം പ്രൊഫസേഴ്സ് അക്കാഡമിയിലെ BA സോഷ്യോളജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി കൂടിയാണ്. ജോലിയോടൊപ്പം തന്നെ ഒരു പഠനം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തത് മൂലം നമുക്ക് കിട്ടുന്ന ഓരോ ക്ലാസ്സുകളും, അത് ഓൺലൈൻ ക്ലാസ്സുകളായിക്കോട്ടെ വോയിസ് നോട്ടുകളായിക്കോട്ടെ, ഓരോ പ്രാവശ്യത്തെയും പരീക്ഷകൾ വളരെ കൃത്യമായി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് അവിടുത്തെ അധ്യാപകരുടെ വളരെ ഡെഡിക്കേറ്റഡായ ഒരു നമ്മളെ പഠിപ്പിക്കുന്നത് മൂലമാണ്. ഓരോ പരീക്ഷാ എക്സാമുകളും വരുമ്പോഴും ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാം ഓറിയൻറ്റഡായ പോർഷൻസ് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡായ ക്വസ്റ്റ്യൻസ് നമുക്ക് തരികയും വളരെയധികം നമ്മളെ ഒരു എക്സാം പാസ്സാക്കി എടുക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അധ്യാപകരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 സെം എക്സാം ഇവിടെ കഴിയുകയും എനിക്ക് 3 സെം എക്സാം പാസ്സാകാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും മുടങ്ങിപ്പോയ PG ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങളുടെ പ്രൊഫസേഴ്സ് അക്കാഡമിയിൽ ചേരാൻ ഞാൻ പറയുകയാണ്. താങ്ക്സ് ടു പ്രൊഫസേഴ്സ് അക്കാഡമി. നമസ്കാരം, ഞാൻ ധന്യ. പ്രൊഫസേഴ്സ് അക്കാദമിയിൽ ഡിഗ്രി ചെയ്യുന്നുണ്ട്. ജോലിയോടൊപ്പമാണ് ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നല്ല പരിചയസമ്പന്നരായ പ്രഗത്ഭരായ സപ്പോർട്ടീവായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഈ അക്കാദമിയുടെ പ്രത്യേകത ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള നോട്ടുകളും MCQ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ വോയിസ് നോട്ട്, ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് എന്നിവയും ലഭിക്കും. വളരെ നല്ല രീതിയിലുള്ള കോച്ചിങ്ങാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നത്. പ്രൊഫസേഴ്സ് അക്കാദമിയിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ വിജയകരമായ രീതിയിൽ പഠനം പൂർത്തീകരിക്കുന്നതിൽ എല്ലാവർക്കും സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് മിനി ജോണി. ഞാൻ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പ്രൊഫസേഴ്സ് അക്കാദമിയുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താണ് വർക്കിന് കയറിയത്. അപ്പോൾ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഈ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ പഠിക്കാനാണ് ഉദ്ദേശിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചേച്ചി പറഞ്ഞാണ് ഞാനിപ്പോൾ പ്രൊഫസേഴ്സ് അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊന്ന് ചേർന്നാൽ കൊള്ളാം, പഠിക്കാമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ചേർന്ന ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുകയെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ഈ പ്രൊഫസേഴ്സ് അക്കാദമി ചേർന്നത്. കാരണം അവിടുത്തെ ടീച്ചേഴ്സാണെങ്കിൽ സാറിന്മാരാണെങ്കിലും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഒരു ദിവസം സൺഡേ മാത്രം ഡയറക്റ്റ് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ സാറാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും അവർ വോയിസ് നോട്ടായിട്ട് വാട്സപ്പിൽ നമുക്ക് അയച്ചു തരുന്നു ക്ലാസ്സുകളെ പറ്റി. നമ്മൾ ചോദിക്കുന്ന ഡൗട്ടുകളൊക്കെ കറക്റ്റായിട്ട് അവർ ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കൊച്ചിനെ നോക്കാനും ഇതും ഡിഫിക്കൽട്ടായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ അവരുടെ ക്ലാസ്സിലൂടെ എനിക്ക് ആ ഒരു ഇത് മാറി. എനിക്ക് വോയിസ് കേട്ട് കുഞ്ഞ് തുടങ്ങുമ്പോൾ വോയിസ് കേട്ട് പഠിക്കാനൊക്കെ പറ്റി. അങ്ങനെ വളരെ ഹെൽപ്പായിരുന്നു. അതുമാത്രമല്ല എല്ലാ നോട്ട്സും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ടെസ്റ്റ് ആണെങ്കിലും അതും നോട്ട്സ് ആണെങ്കിലും അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും, കോപ്പീസ് എടുത്ത് തരും. അങ്ങനെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ ഫൈനൽ ഇയറായി. ഇതുവരെയും നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റി. അത്യാവശ്യം നല്ല മാർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു പ്രൊഫസേഴ്സ് അക്കാദമി. ഞാൻ ഗായത്രി. 2018 ഞാൻ പ്രോസസ്സിൽ എന്നെ സോഷ്യോളജിക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റാണ്. ഞാൻ ഡിഗ്രി ബി.എഡും ഒരു സയൻസിൻ്റെ ബേസിൽ നിന്ന് വന്നതായത് കാരണം തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു മാസ്റ്റേഴ്സിൽ ഞാൻ ആർട്സ് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരു റെഗുലറായിട്ട് പോയി പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതാണ് ഞാനൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് നോക്കിയത്. കുറച്ചറിയാവുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെയാണ് സജസ്റ്റ് ചെയ്തത്. സോ ഞാൻ എങ്ങനെ ഇവിടെ വന്നു. അപ്പോഴും ഞാൻ എൻ്റെ ടെൻഷൻ പറഞ്ഞിരുന്നു. കാരണം മാസ്റ്റേഴ്സ് വേറൊരു സബ്ജക്റ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ടായി. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും സാറുമാരാണെങ്കിലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ എനിക്ക് കിട്ടി ഇവിടുന്ന്. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. എക്സാംസ് ഒക്കെ ആണെങ്കിലും എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നവരോട് നോക്കുന്നവരോടൊക്കെ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് സപ്പോർട്ട് നന്നായിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് മിഥുൻ രാജ്. ഞാൻ പ്രൊഫസേഴ്സ് അക്കാദമിയിലെ BA സോഷ്യോളജി വിദ്യാർത്ഥിയാണ്. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ശ്രമമായിരുന്നു ഡിഗ്രി ചെയ്യാന്നുള്ളത്. ശ്രമം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചതാണ്. ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ അത് പലതവണ മുടങ്ങി പോവുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും ഡിഗ്രി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രൊഫസേഴ്സ് അക്കാദമിയുടെ ഒരു പരസ്യം ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത്. അങ്ങനെ ഞാൻ കോളേജിൽ നേരിട്ട് വന്നു, സാറായിട്ട് സംസാരിച്ചു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഞാൻ ഒരു ജനറൽ ഇൻഷുറൻസ് ഏജൻ്റാണ്. അപ്പോൾ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല ടെൻഷനും തിരക്കും എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പഠിത്തം ഇതിൻ്റെ കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു വലിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കോളേജിലെ ക്ലാസ് തുടങ്ങി തിങ്കൾ തൊട്ട് വെള്ളി വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് രാത്രി. ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട് ഡയറക്റ്റ്. സൺഡേ ക്ലാസ്സും അത് രണ്ടും അല്ലെങ്കിൽ മറ്റേ വോയിസ് മെസ്സേജുകൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രൂപ്പിൽ വരാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പലപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ മിസ്സായാലും ഈ വോയിസ് മാത്രം കേട്ടിട്ടാണ് ഞാൻ പലപ്പോഴും എക്സാമിന് എഴുതാറ്. അതേപോലെ എക്സാം സെൻറ്ററിൽ പലപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത പല സ്റ്റുഡൻസിൻ്റെയും അവർ പറയുന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ എക്സാമിന് വേണ്ട ഗൈഡൻസ് ഒന്നും അതിനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രൊഫസേഴ്സ് അക്കാദമിയെ സംബന്ധിച്ചോളം ഓരോ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കമാണ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് തരുന്നത്. അതുപോലെ എക്സാമിന് വേണ്ട ഗൈഡൻസ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ നോട്ടിഫിക്കേഷനും ഏറ്റവും സ്പീഡായിട്ട് നമ്മളെ വാട്സപ്പിലൂടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു. അപ്പോൾ എന്നെയൊക്കെ പോലുള്ള ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഇത്തിരി ടെൻഷനും അലച്ചിലൊക്കെ ഉള്ളവർക്ക് ആ ജോലിയുടെ കൂടെ തന്നെ അവരുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ചോയ്സാണ് പ്രൊഫസേഴ്സ് അക്കാദമി. ഇത് വളരെ നല്ലൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. വളരെ നല്ലൊരു സർവീസാണ്. എന്ത് കാര്യവും അതാത് സമയത്ത് നമ്മളെ കൃത്യമായി അറിയിക്കുകയും വേണ്ട ഗൈഡൻസ് തരികയും ചെയ്യും. അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഉദ്ദേശ വിദ്യാഭ്യാസം ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള വളരെ നല്ലൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്ന് കിട്ടുന്നത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ബിപിൻ, സ്വദേശം കടവന്ത്രയാണ്. പ്രൊഫസേഴ്സ് അക്കാദമി കച്ചേരിപ്പടി.
പ്രൊഫസേഴ്സ് അക്കാഡമി കച്ചേരിപ്പടിയെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ സ്ഥാപനം വഹിച്ചിട്ടുള്ള പങ്ക് വളരെയധികം വലുതാണ്. കാരണം എൻ്റെ പഠന ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെതായ പല കാരണങ്ങൾ കൊണ്ടും പഠനം നമുക്ക് പൂർത്തീകരിക്കാനോ സാധിക്കാതെ വരാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ പല സ്ഥാപനങ്ങളും പാരൽ കോളേജ്, +1, +2, ഡിഗ്രി കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടി ഓരോ സ്ഥാപനം അന്വേഷിച്ചപ്പോൾ അതിൽ നിന്നും ഞാൻ ഉചിതമായി തിരഞ്ഞെടുത്തത് ഈ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായി നമ്മുടെ പ്രിയങ്കരനായ റജിസാർ എനിക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം തരികയും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തരികയും പഠനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് വേണ്ട വിധത്തിലും പ്രയോഗിക്കുവാനും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പുള്ളി എനിക്ക് പറഞ്ഞു തരുവാനും അതെൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുവാനും ഞാൻ കാണിച്ചു. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പരിചയം റൈസാറും അവിടുത്തെ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും എനിക്ക് വിലപ്പെട്ടതാണ്. ഒരു കാന്തത്തിനോട് ഒരു ഇരുമ്പിൻ്റെ വസ്തുക്കൾ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ അതും കുറച്ച് നേരത്തേക്ക് കാന്തമാവും. ഒരു കാന്തത്തിനോടാണ് ഞാൻ റൈസാർ ഉപമിക്കുന്നത്. കാരണം സാറ് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറിൻ്റെ കൂടെ നിൽക്കുന്നവരാരും തന്നെ നെഗറ്റീവോ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്ന സംസാരം പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സാറിൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫാണെങ്കിൽ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. വർഷങ്ങളായി ഉള്ള സ്റ്റാഫുകൾ, അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും പോസിറ്റീവായി. അതുപോലെ അവിടെ പഠിക്കാൻ വരുന്ന ആളുകളോടാണെങ്കിലും എല്ലാവരോടുമുള്ള പെരുമാറ്റം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ സ്റ്റാഫ് അംഗങ്ങൾക്കും അധ്യാപകർക്കും നിസ്തുലമായ പങ്ക് അവിടെ ഉണ്ടാകും. എനിക്ക് സ്ഥാപനത്തെ പറ്റി പറയാനുള്ളെങ്കിൽ ഇത്രയും ദീർഘമായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ പ്രത്യേക നന്ദിയും പ്രത്യേക ആശംസകളും ഞാൻ ആ സ്ഥാപനത്തിനും എൻ്റെ പ്രിയങ്കരനായ പ്രിൻസിപ്പളായ റൈസാറിനോടും സ്റ്റാഫ് അംഗങ്ങളോടും എൻ്റെ പ്രത്യേക നന്ദിയും ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.